കേരളത്തിലെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഈ കടന്തൽ കൂട്ടിൽ കൈയിട്ടതുപോലെയായി ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി കൈവച്ചപ്പോഴുന്ന കടന്നക്കൂട്ടിൽ നമുക്കറിയാം, കൈവയ്ക്കുമ്പോൾ കടന്നക്കൂട് കാണുമ്പോൾ കടന്തയൊന്നും കാണത്തില്ല. നമ്മൾ അതിലൊന്ന് വിരൽ വയ്ക്കുമ്പോൾ എല്ലാ കടന്തയും കൂടി ഇറങ്ങി വരും. ശബരിമലയിൽ ഒരു വിഷയമില്ല എന്നാണ് നമ്മളെല്ലാം കരുതിയത്. പക്ഷേ ഒന്ന് ഹൈക്കോടതി കൈവച്ചപ്പോഴാണ് അതിനുള്ളിൽ കടന്നുപോയ കടന്നങ്ങൾ ആരും നമുക്കറിയാം. ദേവസ്വം ബോർഡ് 2 മുൻ പ്രസിഡന്റുമാരാണ്. സാധാ ജനങ്ങളല്ല, സാധാ ഭക്തരല്ല. അതിൽ പത്മകുമാർ എന്ന് പറയുന്നത് മുൻ MLA ആണ്. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതുപോലെ വാസു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി. അദ്ദേഹം അതുപോലെ തന്നെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി. 2 പ്രാവശ്യം ചരിത്രത്തിൽ ആദ്യമായി കമ്മീഷണറായത് വാസുവാണ്. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. ഇപ്പോൾ ഈ കടന്നുകളെല്ലാം ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. കാരണം എന്താ? സർക്കാരിൻ്റെ SAT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, സ്പെഷ്യൽ SITയുടെ ഇടപെടൽ ഇതുവരെ 90 ദിവസമായിട്ട് പോലും അതിൻ്റെ ചാർജ് കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു SET ആയിരുന്നു അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അവസാനം സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അവരുടെ അവകാശമാണ്. 90 ദിവസമായി ജാമ്യം കൊടുക്കാതെ ആ പ്രതികളെല്ലാം രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, ഇതുവരെ അവിടെ തൊണ്ടി സാധന മെറ്റീരിയൽ ഇവ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. തൊണ്ടി കാണാൻ പറ്റാത്തതുകൊണ്ട് നാളെ ഇവർ കോടതിയിൽ മുമ്പ് കേസും ഇല്ലാതാകുമെന്നുള്ള സത്യം ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം സമസ്ത മേഖലയിലും ഉപ്പ് തൊട്ട്, നമ്മൾ പറയാറുണ്ട് ഉപ്പ് തൊട്ട് കറുപ്പ്, സാധനങ്ങളുടെ വിലക്കയറ്റം, അത് ഏത് തൊട്ടായാലും. വൈദ്യുതികരം 5 പ്രാവശ്യം വൈദ്യുതി വർദ്ധിപ്പിച്ചു. വൈദ്യുതി ചാർജ് ആയാലും, വെള്ളക്കരമായാലും, വീട്ടുകരമായാലും, പെർമിറ്റ് ഫീസായാലും, കോടതി ചെലവുകളായാലും എല്ലാം വർദ്ധിപ്പിച്ചു.